എല്ലാം ഒരുമാതിരിയാണല്ലേ. എല്ലാരും പറയണ അവൻ മരിച്ചെന്നാ പറയുന്നത്. ആ ശരിയാടാ. എടാ ഞാൻ ഇവിടെ ഫോൺ വിളിക്കാൻ അല്ല ഇതാ കിടക്കണം. എടാ ഇത് മറ്റേ കാണാതെ വെച്ചിട്ടുണ്ട്. എടാ നീ പോയി ഇവൻ്റെ അച്ഛനെ കൊണ്ട് ഞാനിവിടെ സീനാണ്. ഞാൻ ഇവൻ്റെ അടുത്ത് കുളത്തിടാൻ പോയപ്പോൾ 2 പയ്യന്മാരുള്ളൂ. ഞാൻ ഇനി അവരെ വിളിക്കാം. ഈ ചേട്ടനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എടാ ഈ ചേട്ടനായിരിക്കും ആ ചെറുക്കനെ തട്ടിക്കൊണ്ട് പോയാ. നോക്കിയാലോ. പണ്ട് കാലത്ത് കാലടി പരിസരത്ത് ഒരു കുളമുണ്ടായിരുന്നു. അവിടെ നിന്ന് സ്വർണം കിട്ടി. അതെന്താ ശരിയോ? ഓ ഇവിടെ അടുത്ത് കുളം. ഓ ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇവിടെ എടാ ഇതാണ്ടാ സ്ഥലം. എന്താടാ ശരിക്കും പോടാ. ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടടാ. എനിക്ക് പോടാപ്പാ. സത്യമായിട്ടോടാ പോടേ. നീയെങ്കിലും പോട്ട്. സത്യമായിട്ടോടാ ഞാൻ സ്വപ്നത്തിൽ കണ്ട. സത്യമായിട്ടും പോടേ. കള്ളത്തനം പറയാതെ. ശരി ശരിയെന്നാ വാ. ഇവിടെ വല്ലതും ഉണ്ടാന്ന് നോക്കാം. ശരി വാ പോ. ആ പൊട്ടി വീണ് കിടക്കുന്നു. സത്യമായിട്ട് ഞാൻ പറയാം, നീ വീഴും. ഞാനെന്നൊക്കെ പിന്നെ അറിയാം. നിങ്ങളെന്തിനാ ഇവിടെ വന്നു? നമ്മൾ ചുമ്മാ ഇവിടെ സ്വപ്നത്തിൽ കണ്ട ഒരു സ്ഥലം. സ്വപ്നോ? ചേട്ടാ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട അതേപോലെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. അല്ല അപ്പൂപ്പനാണ് ഇങ്ങനെ ഒരു സ്ഥലത്തിൽ ഒരു രക്ഷകൻ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല ട്രഷറൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനും എൻ്റെ വീട്ടുകാരും. എടാ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് അത്ര സേഫല്ല. എന്നാൽ നിങ്ങളെ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നിങ്ങളെന്താ വെച്ചാൽ വീട്ടിൽ പറയാതെ നിങ്ങൾ വീട്ടിൽ കളിക്കുന്ന സമയത്ത് നിങ്ങൾ വെളിയിലൊരു സ്ഥലത്ത് ആരും പറയാതെ നിങ്ങൾ അച്ഛനും അമ്മയും പോലും അറിയാതെ നിങ്ങൾ വരെയും. അപ്പം നിങ്ങൾ അച്ഛനും അമ്മയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അവർ നിങ്ങൾക്ക് തരുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നിങ്ങൾ കളയരുത്. പിന്നെ അങ്ങനെ വല്ലതും വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും ചോദിച്ചിട്ട് ഇതേപോലത്തെ സ്ഥലത്ത് വന്ന് നിൽക്കും. മനസ്സിലായി?
അപ്പോൾ ഇവിടെ ഇവിടെ അങ്ങനെ ആരും കുട്ടികളൊന്നും വന്ന് നിൽക്കാത്ത. പിന്നെ നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആരാണെന്ന് പരിചയപ്പെടാം.